പുറപ്പാട് പുസ്തകം അധ്യായം 40. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, 1-ാം മാസം 1-ാം ദിവസം നീ സമാഗമന കൂടാരമായ വിശുദ്ധ കൂടാരം ഉയർത്തണം. സാക്ഷ്യത്തിൻ്റെ പെട്ടി അതിനകത്ത് വച്ച് തിരശ്ശീല കൊണ്ട് മറയ്ക്കണം. നീ മേശ കൊണ്ടുവന്ന് അതിന്മേൽ വയ്ക്കേണ്ട സാധനങ്ങൾ ക്രമപ്പെടുത്തി വയ്ക്കണം. നിലവിളക്ക് കൊണ്ടുവന്ന് ദീപങ്ങൾ കത്തിക്കണം. സാക്ഷ്യത്തിൻ്റെ പെട്ടിയുടെ മുമ്പിൽ സ്വർണധൂപപീഠം സ്ഥാപിച്ച് വിശുദ്ധ കൂടാരത്തിൻ്റെ വാതിൽമറ തൂക്കണം. സമാഗമന കൂടാരത്തിൻ്റെ വാതിലിനു മുൻപിൽ യാഗപീഠം സ്ഥാപിക്കണം. സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും ഇടയ്ക്ക് തൊട്ടിവച്ച് അതിൽ വെള്ളമൊഴിക്കണം. ചുറ്റും പ്രകാശം നിവർത്ത് പ്രാകാരവാതിലിൻ്റെ മറശ്ശീല തൂക്കണം. നീ അഭിഷേക തൈലം എടുത്ത് കൂടാരവും അതിലുള്ള സകലവും അതിൻ്റെ എല്ലാ പാത്രങ്ങളും അഭിഷേകം ചെയ്ത് പവിത്രീകരിക്കണം. അത് വിശുദ്ധമായി തീരും. നീ ഹോമയാഗപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിക്കണം. ബലിപീഠത്തെ വിശുദ്ധീകരിക്കുക, അത് അതിവിശുദ്ധമായിരിക്കും. നീ തൊട്ടിയും അതിൻ്റെ ചുവടും അഭിഷേകം ചെയ്തു വിശുദ്ധീകരിക്കണം. അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ കൊണ്ടുവന്നു അവരെ വെള്ളം കൊണ്ട് കഴുകണം. അഹരോനെ വിശുദ്ധ വസ്ത്രങ്ങൾ ധരിപ്പിക്കണം. അവനെ അഭിഷേകം ചെയ്തു പവിത്രീകരിക്കണം. അവൻ എനിക്ക് പുരോഹിത കർമ്മം ചെയ്യട്ടെ. അഹരോന്റെ മക്കളെയും കൊണ്ടുവന്ന് അവരെ അങ്കികൾ അണിയിക്കണം. നിന്റെ സഹോദരനായ അഹരോനെ നീ അഭിഷേകം ചെയ്തതുപോലെ തന്നെ അവരെയും അഭിഷേകം ചെയ്യണം. അവർ എനിക്ക് പുരോഹിത പൂജ ചെയ്യട്ടെ. അവരുടെ ഈ അഭിഷേകം തലമുറ തലമുറയായി നിത്യമായി പൗരോഹിത്യത്തിനായി ഭവിക്കട്ടെ. കർത്താവ് അവനോട് ആജ്ഞാപിച്ചതെല്ലാം മോശ ചെയ്തു. 2-ാം ആണ്ട് 1-ാം മാസം 1-ാം തീയതി ഞായറാഴ്ച കൂടാരമുയർന്നു. മോശ കൂടാരമുയർത്തി അതിൻ്റെ പലകകളും കൊളുത്തുകളും തൂണുകളും നിർത്തി. കൂടാരത്തിൻ്റെ മുകളിൽ മൂടുശീല വിരിച്ചു. അതിനുപരിയായി തോൽ കൊണ്ടുള്ള മൂടുവിരിയും വിരിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ പേടകത്തിനുള്ളിൽ സാക്ഷ്യപ്പലക വച്ചു. പെട്ടകത്തിൽ 2 തണ്ട് ചെലുത്തി പേടകത്തിൻ്റെ മീതെ കൃപാസനം വച്ചു. വാതിൽ മറയെടുത്തു സാക്ഷ്യപ്പെട്ടകത്തിനു മുമ്പിൽ വിരിതൂക്കി. കൂടാരത്തിൽ തിരുനിവാസത്തിൻ്റെ വടക്കുവശത്ത് തിരശ്ശീലയ്ക്ക് പുറത്തായി മേശ സ്ഥാപിച്ചു. അതിന്മേൽ കർത്തൃസന്നിധിയിൽ ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ അപ്പം അടുക്കി വെച്ചു. കൂടാരത്തിൽ മേശയ്ക്കു നേരെ തിരുനിവാസത്തിൻ്റെ തെക്കുവശത്ത് വിളക്കുതണ്ടു വയ്ക്കുകയും കർത്തൃസന്നിധിയിൽ വിളക്ക് കൊളുത്തുകയും ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ കൂടാരത്തിൽ തിരശ്ശീലയുടെ മുൻവശത്ത് സ്വർണധൂപപീഠം വയ്ക്കുകയും അതിന്മേൽ സുഗന്ധധൂപവർഗം അർപ്പിക്കുകയും ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ മോശ തിരുനിവാസത്തിൻ്റെ വാതിലിൽ തിരശ്ശീല തൂക്കുകയും തിരുനിവാസത്തിൻ്റെ വാതിലിനു മുൻവശം
ഹോമയാഗപീഠം സ്ഥാപിക്കുകയും ഹോമയാഗവും ഭോജനയാഗവും അർപ്പിക്കുകയും ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ കൂടാരത്തിനും യാഗപീഠത്തിനും ഇടയ്ക്ക് തൊട്ടി വയ്ക്കുകയും കഴുകുവാനുള്ള വെള്ളം അതിൽ ഒഴിക്കുകയും ചെയ്തു. മോശയും അഹ്റോനും അവൻ്റെ പുത്രന്മാരും അവരുടെ കൈകാലുകൾ അതിൽ കഴുകിയിരുന്നു. അവർ കൂടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും യാഗപീഠത്തോടടുക്കുമ്പോഴും കൈകാലുകൾ കഴുകിയിരുന്നു. തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റും പ്രാകാരം ക്രമീകരിക്കുകയും പ്രാകാരവാതിൽക്കൽ തിരശ്ശീല തൂക്കുകയും ചെയ്തു. അങ്ങനെ മോശ ആ പ്രവർത്തനം പൂർത്തിയാക്കി. മേഘം സമാഗമന കൂടാരത്തെ ആവരണം ചെയ്തു. ദൈവ തേജസ് കൊണ്ട് കൂടാരം നിറഞ്ഞു. മേഘവും കർത്താവിൻ്റെ മഹിമയും അതിന്മേൽ ആവസിക്കുകയും കൂടാരത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് കൂടാരത്തിലേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ കൂടാരത്തിന്മേൽ നിന്ന് മേഘം ഉയരുമ്പോൾ യാത്ര പുറപ്പെട്ടിരുന്നു. മേഘം ഉയർന്നില്ല എങ്കിൽ അത് ഉയരുന്ന നാൾ വരെ അവർ യാത്ര ചെയ്യാതെയിരുന്നു. ഇസ്രായേലിയരുടെ എല്ലാ യാത്രകളിലും പകൽ സമയത്ത് കൂടാരത്തിന്മേൽ കർത്താവിൻ്റെ മേഘവും രാത്രിയിൽ അഗ്നിയും അവരെല്ലാം കണ്ടേ തന്നെ ഉണ്ടായിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.